സ്റ്റുഡൻസ്, നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്ക് പോവുകയാണ്. ലിമിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റാണ് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കുക. സീക്വൻസിൽ സീരീസിലൊക്കെ നമ്മൾ പഠിച്ച തിയറംസ് ഒക്കെ ആയിട്ട് സാമ്യമുള്ളതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കാനൊന്നുമില്ല. പിന്നെ മറ്റു മൊഡ്യൂളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ ലിമിറ്റ്സിൻ്റെ മൊഡ്യൂളിലുള്ളൂ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് സീരീസിൻ്റെ തിയറി നന്നായിട്ട് പഠിക്കുക. സീരീസിൻ്റെ പ്രോബ്ലംസ് ആദ്യം ഞാൻ നോട്ട്സ് തന്നിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ സംശയം ചോദിച്ചതനുസരിച്ച് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നോട്ട്സിൻ്റെ അവസാന ഭാഗത്ത് 2-3 പ്രോബ്ലംസും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ലാസ്റ്റ് പ്രോബ്ലവും നിങ്ങൾ എക്സ്പ്ലനേഷൻ സഫീഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ സീരീസിൻ്റെ ഡിസ്കഷൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സീരീസിൻ്റെ മൊഡ്യൂളിന് വേണ്ടി ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഈ ആഴ്ച തന്നെ നടത്താമെങ്കിൽ നല്ലത്. നിങ്ങളെ സൗകര്യമുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ട് അറിയിക്കുക. ആ ദിവസം സീരീസിൻ്റെ ടെസ്റ്റ് പേപ്പർ നടത്താം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇലക്ഷൻ, സെക്കൻഡ് സെമസ്റ്റർ ഇൻറ്റേർണൽ, കോളേജിലെ സബ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തിരക്കായതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4 ലിമിറ്റ്സ് ഈ ആഴ്ച ക്രിസ്മസ് അവധി 1-2 ദിവസമൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഇൻട്രോഡക്ടറി ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ലിമിറ്റ്സിൻ്റെ മൊഡ്യൂളിലേക്ക് പോകാം. ഫങ്ഷൻസിൻ്റെ ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൽ ആദ്യം ആവശ്യമുള്ളൊരു കൺസെപ്റ്റ് ക്ലസ്റ്റർ പോയിന്റ് എന്നൊരു ഡെഫിനിഷനാണ്. ക്ലസ്റ്റർ പോയിന്റ്, ക്ലസ്റ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് പരിചയമുള്ളൊരു വാക്കാണ് ക്ലസ്റ്റർ. ക്ലസ്റ്റർ അല്ല, നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഡെഫിനിഷൻസ് ഒക്കെ റിയൽ ലൈനിലാണ് എന്ന് നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ക്ലസ്റ്റർ? ക്ലസ്റ്റർ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കൂട്ടം എന്നാണ്. കൂടി നിൽക്കുന്ന, അകലമില്ലാതെ അടുപ്പിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമാണ് ക്ലസ്റ്റർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലസ്റ്റർ പോയിന്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലസ്റ്റർ പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടത് റിയൽ ലൈനിന്റെ ഒരു സബ്സെറ്റ്, സേ എ, given a subset of the real line R and a point C. C is said to be a cluster point of A. C may or may not be a point of A. C A-യിലെ point ആകാം, C A-യിലെ point അല്ലാതാകാം. Anyway, it is a point of the real line. Given a subset A of R and a point C element of R, then C is said to be a cluster point. I can write it as CP in short form. C is a cluster point of the set A. Cluster point റിയൽ ലൈനിലെ ഒരു സബ്സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. റിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് ക്ലസ്റ്റർ പോയിന്റ്. C is a cluster point of A if, അപ്പോൾ എപ്പോഴായിരിക്കും ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയാം? Here we have the real line and we have points of the set A. എയുടെ പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ റിയൽ ലൈനിൽ കിടപ്പുണ്ട്. ഞാൻ ഈ റെഡ് ഡോട്ട്സ് വരച്ചതാണ്. എയിൽ ഇത്രയൊന്നും അകലം, ക്ലസ്റ്റർ പോയിന്റ് ഉണ്ടാകണമെങ്കിൽ ഇത്രയൊക്കെ അകലം ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എയിലെ പോയിന്റ്സ്, റെഡ് ഡോട്ട്സ് കാണുന്നതാണ് എയിലെ പോയിന്റ്സ് എന്ന് വിചാരിക്കാം. ദെൻ സി എലമെന്റ് ഓഫ് ആർ. അപ്പോൾ സി ഇതിലൊരു പോയിന്റ് ആകാം. ഈ റെഡ് ഡോട്ടിൽ ഒരെണ്ണം വേണമെങ്കിൽ സി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി റെഡ് ഡോട്ട് അല്ലാത്തൊരു ഭാഗത്തും സിയിലെ റിയൽ ലൈനിലെ ഏതൊരു പോയിന്റിനെയും ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആകോ ഇല്ലയോ, ഇത് വേണമെങ്കിലും സി ആയിട്ട് എടുക്കാം. അപ്പോൾ ആകോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. എപ്പോഴാണ് സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആകുന്നത്? ക്ലസ്റ്റർ, കൂട്ടം, സിക്ക് ചുറ്റും എയുടെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആകും എന്നാണ് പറയേണ്ടത്. സിക്ക് ചുറ്റും, സപ്പോസ് ദാറ്റ് ദിസ് ഈസ് സി, ഈ സിക്ക് ചുറ്റും എയുടെ ഒരു കൂട്ടം. സിക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ വട്ടത്തിൽ നമ്മൾ മൂവ് ചെയ്താലും. അപ്പോൾ സിക്ക് ചുറ്റും ഈ ഡിസ്റ്റൻസിൽ ഞാൻ മൂവ് ചെയ്തു, അപ്പോൾ എയിലെ ഒരു പോയിന്റ് അതിൻ്റെ അകത്തുണ്ടാകണം. സിക്ക് ചുറ്റും അതിലും ചെറിയൊരു ഡിസ്റ്റൻസിൽ ഞാൻ മൂവ് ചെയ്തു, അപ്പോൾ അവിടെയും എയിലെ ഒരു പോയിന്റ് ഉണ്ടാകണം. അപ്പോൾ സിക്ക് ചുറ്റും എത്ര ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ എടുത്താലും ആ ഡിസ്റ്റൻസ് ചുറ്റും മൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് നെയ്ബർഹുഡാണ്. അപ്പോൾ സി ഇവിടെയാണെങ്കിൽ സിയുടെ വലത്തേക്കോ ഇടത്തേക്കോ ഒരേ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ സിയുടെ നെയ്ബർഹുഡ് കിട്ടുന്നു. സിയുടെ നെയ്ബർഹുഡിനെ നിങ്ങൾ നേരത്തെ വി ഡെൽറ്റ ഓഫ് സി എന്ന് എഴുതിയത് ഓർമ്മയുണ്ടാവും. അപ്പോൾ സിയുടെ നെയ്ബർഹുഡ് ഡെൽറ്റ ഡിസ്റ്റൻസിലാകുമ്പോൾ സി മൈനസ് ഡെൽറ്റ
സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവൽ ആകും. അപ്പോൾ ഡെൽറ്റയ്ക്ക് അനുസരിച്ച് ഇത് ചെറുതാകാം വലുതാകാം. അപ്പോൾ ഡെൽറ്റ ദിസ് ഈസ് സി, ഇത്രയും വലുതായിട്ട് ഡെൽറ്റ എടുത്താൽ ഇത്രയും വലിയ ഒരു നെയ്ബർഹുഡ് ആയിരിക്കും നമ്മൾ പരിഗണിക്കുക. അപ്പോൾ എങ്ങനെ വി ഡെൽറ്റ ഓഫ് സി വലുതാകാം ചെറുതാകാം. ഡെൽറ്റ വലുതാകുന്നതും ചെറുതാകുന്നതിനനുസരിച്ച് വി ഡെൽറ്റ ഓഫ് സി വലുതും ചെറുതും ഒക്കെ ആകാം. അപ്പോൾ ഏത് ഡെൽറ്റ എടുത്താലും വി ഡെൽറ്റ ഓഫ് സിയിൽ എയിലെ പോയിന്റ് ഉണ്ടാവുകയാണെങ്കിൽ, എയിൽ ഒരു പോയിന്റ് എന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ, എയിൽ ഒരു പോയിന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സി എ, ഏതാ നമ്മുടെ പച്ച ഇതായിരുന്നു സി എ എയുടെ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയും. സിക്ക് ചുറ്റും എയിലെ പോയിന്റ്സിന്റെ ഒരു കൂട്ടം, ക്ലസ്റ്റർ കൂട്ടം, വളരെ അടുത്ത കൂട്ടം ഉണ്ടാവണം. അകന്നുണ്ടായാൽ ക്ലസ്റ്റർ ആകത്തില്ല. അപ്പോൾ സിക്ക് ചുറ്റും സി നീഡ് നോട്ട് ബി എ പോയിന്റ് ഓഫ് എ, പോയിന്റ് ഓഫ് എ വേണമെങ്കിലും ആകാം, അല്ലാതെയും ആകാം. എ പോയിന്റ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. അപ്പോൾ സിക്ക് ചുറ്റും ഒരു എയിലെ പോയിന്റ്സിന്റെ കൂട്ടം ഉണ്ടാവും. ചുറ്റും എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ഡിസ്റ്റൻസിൽ നമ്മൾ ചുറ്റുവട്ടം തീരുമാനിച്ചാലും അപ്പോഴൊക്കെയും എയിൽ ഒരു പോയിന്റ് ആ നെയ്ബർഹുഡിൽ ഉണ്ടാവും. ഇപ്പം നെയ്ബർഹുഡ് എന്നുള്ള പേര് ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് പറയാം. എങ്ങനെയാ പറയാൻ പറ്റുക? ഇഫ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ഇഫ് ഫോർ ഓൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വലുതാകാം എത്ര തന്നെ ചെറുതാകാം, വലുത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഡെൽറ്റ എത്ര ചെറുതായാലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ ഓൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 there exists അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മളൊരു പോയിന്റിന്റെ കാര്യം പറയുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് എക്സ് എലമെന്റ് ഓഫ് എ, അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് എക്സ് എലമെന്റ് ഓഫ് എയുടെ ക്ലസ്റ്റർ പോയിന്റ്. അപ്പോൾ എയിലെ ഒരു പോയിന്റ് ഉണ്ടാവും, എക്സ് എലമെന്റ് ഓഫ് എ എക്സ് നോട്ട് ഈക്വൽ ടു സി അല്ലാതെ. സി ആണല്ലോ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. സി എയിലെ പോയിന്റ് ആണെങ്കിൽ അതിനെ പരിഗണിക്കുന്നില്ല. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം. എന്തുമാത്രം ചെറുതായിരിക്കണം? ഡെൽറ്റയിൽ താഴെയായിരിക്കണം. അപ്പോൾ ഡെൽറ്റ ഡിസ്റ്റൻസ് എടുത്താൽ ആ ചുറ്റുവട്ടത്തിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന സി അല്ലാതെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടാകണം. ഒരു പോയിന്റ് ഉണ്ടായാൽ നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ ഇതിലെ ഏറ്റവും ചെറിയ നെയ്ബർഹുഡിൽ സി അല്ലാതെ എയിൽ ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറയും. ഇനി നെയ്ബർഹുഡ് ചെറുതാക്കാം. ഇത് ഡെൽറ്റ, ഈ കാണുന്ന ചെറിയ ഡിസ്റ്റൻസ് ഡെൽറ്റ എന്ന് തീരുമാനിച്ചു. ഫോർ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതിലും ചെറിയ ഡെൽറ്റ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത ഡെൽറ്റ 1/2 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡെൽറ്റ 1/2ലും ചെറുതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഇന്റർവൽ ഇതിനും അകത്താ. അപ്പോൾ അവിടെയും ഉണ്ടാകണം ഒരു എക്സ്. അതിനെ ഞാൻ x1 എന്ന് വിളിക്കുക. ഡെൽറ്റ അതിലും ചെറുതാക്കാം. നമുക്ക് ഇവിടെ വരച്ച് കാണിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഡെൽറ്റ 1/4 ആക്കാം. അപ്പോൾ അതിൻ്റെ അകത്തൊരു x2 ഉണ്ട്. അപ്പോൾ ഈ ഡെൽറ്റ 1/4 എന്നുള്ള ചുറ്റുവട്ടത്തിൽ കണ്ട x2 ഡെൽറ്റ 1/3 അതിലും വലിയ ഇന്റർവലാണ് തരുന്നത്, അതിൻ്റെ അകത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഒരുപാട് പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾ ഡെഫിനിഷനിൽ ഒരു പോയിന്റിനെ പറ്റി പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. A is any subset of R, C is a point of R, then C is said to be a cluster point of A if for all delta greater than 0, however small it be, വലുത് എന്നതിനെ ആലോചിക്കരുത്, there exists at least one x element of A with x not equal to C. C ആണോ ക്ലസ്റ്റർ പോയിന്റ് എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. C യെ ഇനി നമ്മൾ ഇതിനു വേണ്ടി കൂട്ടം കണ്ടുപിടിക്കാൻ C യെ നോക്കത്തില്ല. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത ഡെൽറ്റയിൽ താഴെയായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ എടുത്തപ്പം ഒരു നെയ്ബർഹുഡ് ആണ് പറയാൻ പോകുന്നത്, വി ഡെൽറ്റ ഓഫ് സി. സിയിൽ സ്റ്റാർട്ട് ചെയ്തു, സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നുള്ള നെയ്ബർഹുഡ് ആണ് നമ്മൾ പറയുന്നത്. ആ നെയ്ബർഹുഡിൽ എയിലെ വേറൊരു പോയിന്റ് എക്സ് ഉണ്ടാകണം. നെയ്ബർഹുഡിലാണ് എന്നുറപ്പിക്കാൻ ചെയ്തതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. or equivalently in terms of neighborhood, C is a cluster point of A if, ഇതിന് പകരമായിട്ട് ഇത്രയും ഭാഗം പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, if for all delta neighborhood of C ഏതാ v delta of C equal to C യുടെ നെയ്ബർഹുഡ് ഡെൽറ്റ നെയ്ബർഹുഡ് ആകുമ്പോൾ തീരുമാനമായി, C മൈനസ് ഡെൽറ്റ, C പ്ലസ് ഡെൽറ്റ, ഓപ്പൺ ഇന്റർവൽ. ഇതാണ് all delta neighborhood v delta of C. There exists a point x element of v delta of C is not equal to C. C അല്ലാതെ ഈ നെയ്ബർഹുഡിൽ
വി ഡെൽറ്റ ഓഫ് സിയിൽ ഒരു പോയിന്റ് ഉണ്ടാകണം. അപ്പോൾ ഏത് ഡെൽറ്റ നെയ്ബർഹുഡിലും അല്ലെ ഇത്രയും പോലും പറയണമെന്നില്ല, ഏതൊരു ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്തൊക്കെ സി അല്ലാതെ എയിലെ ഒരു പോയിന്റ് ഉണ്ടായാൽ പോയിന്റ് സി സെറ്റ് എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വി കൺസിഡർ A1 ഈക്വൽ ടു സെറ്റ് 1 2. 1ഉം 2ഉം മാത്രമുള്ള റിയൽ ലൈനിലെ 2 പോയിന്റ്സ് മാത്രമുള്ള ഒരു സെറ്റിനെ നമ്മൾ പരിഗണിക്കാം. ദിസ് ഈസ് എ റിയൽ ലൈൻ 0 1 2. ഹിയർ വി ഹാവ് A containing 1 and 2 only. Then find whether it has a cluster point. നമുക്ക് 1നെ തന്നെ നോക്കാം. 1 ക്ലസ്റ്റർ പോയിന്റ് ആവാൻ എന്തെങ്കിലും സാധ്യതയുണ്ട്. സി ഈക്വൽ ടു 1 ആണ്. സി ഈക്വൽ ടു 1 അത് ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ അതിൻ്റെ ഞാനൊരു നെയ്ബർഹുഡ് എടുത്തു. അതിൻ്റെ അകത്ത് ഏത് നെയ്ബർഹുഡ് എടുത്താലും, എത്ര ചെറിയ ഡെൽറ്റ എടുത്താലും, അപ്പം ഡെൽറ്റ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു നെയ്ബർഹുഡിനെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സി ഈക്വൽ ടു 1ന് വലത്തേക്കും ഇടത്തേക്കും ഒരേ ഡിസ്റ്റൻസ് മൂവ് ചെയ്താലാണ് നെയ്ബർഹുഡ് കിട്ടുക. ഞാൻ 1/2 എടുത്തു എന്ന് വിചാരിക്കുക. ഡെൽറ്റ ഈക്വൽ ടു 1/2. 1/2 ഡിസ്റ്റൻസ് റൈറ്റിലേക്കും 1/2 ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കാണുന്നതാണ് ഈ ഓപ്പൺ ഇൻ്റർവൽ. അതിൻ്റെ അകത്ത് A1ലെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? A1ലെ 1 അല്ലാതെ, സി ഈക്വൽ ടു 1 അല്ലാതെ ഏതെങ്കിലും അല്ലാതെ A1ലുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്മൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് 1/2 ആണ്. 1 + 1/2 അത്രേ ഇവിടെ എത്തത്തുള്ളൂ. അത് 2ലേക്ക് വരത്തില്ല. അപ്പോൾ ഈ സെറ്റിലെ ഒരു പോയിന്റും ഈ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഇല്ല. എല്ലാ ഡെൽറ്റ നെയ്ബർഹുഡിലും ഉണ്ടാകേണ്ടതാണ്. ഇനി വേറൊരു ഡെൽറ്റ നെയ്ബർഹുഡിൽ ഉണ്ടായാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഡെൽറ്റ 1 അതിൽ 1 കൊണ്ട് നടക്കത്തില്ല. 1 ഓപ്പൺ ഇൻ്റർവൽ 2ലേക്ക് വരത്തുള്ളൂ. ഡെൽറ്റ 1 ആയാൽ എന്താ സംഭവിക്കാം? ഡെൽറ്റ ഈക്വൽ ടു 1. 1 + 1 2ലേക്ക് വരും. അതും ഓപ്പൺ ഇൻ്റർവൽ. 1 - 1 0ലേക്ക് വരും. അപ്പോൾ 0 2 എന്നുള്ള ഓപ്പൺ ഇൻ്റർവൽ വരും. അതിൻ്റെ അകത്ത് പോലും 2 ഇല്ല. അത് ഇനി 2ൽ 1ൽ കൂടുതലാക്കിയാൽ ശരിയാകും. പക്ഷെ അത് പോരല്ലോ. നമുക്ക് എത്ര ചെറിയ ഡെൽറ്റ എടുത്താലും. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത്തരം ഡെൽറ്റ നെയ്ബർഹുഡ്സിലൊന്നും എയിലെ 1 അല്ലാതെ മറ്റൊരു പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. Therefore 1 is not a cluster point. ഇനി 2 ക്ലസ്റ്റർ പോയിന്റ് ആവുമോ? 2ന്റെ പരിസരത്തും ഇതുപോലെ നെയ്ബർഹുഡ്സ് എടുത്താൽ 2 അല്ലാതെ എയിലെ മറ്റൊരു പോയിന്റും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2ഉം ക്ലസ്റ്റർ പോയിന്റ് ആകത്തില്ല. 1ഉം 2ഉം അല്ലാതെ വേറെ പോയിന്റ്സിനെയൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിനെ ഞാൻ എടുത്തു, 1.5. ആ പോയിന്റിന് എടുത്താൽ ഡെൽറ്റ ഈക്വൽ ടു 1/3 എന്ന് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് വരുവാണെച്ചാൽ അതിൻ്റെ അകത്ത് 1ഉം ഇല്ല 2ഉം ഇല്ല. മറ്റു പോയിന്റ്സിന് ഒരിക്കലും ക്ലസ്റ്റർ പോയിന്റ് ആവാൻ ഈ സെറ്റിനെ സംബന്ധിച്ച് സാധ്യതയില്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഒരു ക്ലസ്റ്റർ പോയിന്റും ഇല്ല. A1 ഹാസ് നോ ക്ലസ്റ്റർ പോയിന്റ്. സെറ്റ് A1 ഹാസ് നോ ക്ലസ്റ്റർ പോയിന്റ്. ഇപ്പോൾ ഇതിനെങ്ങനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ 1 2 3 4 5 എക്സെട്ര ഫൈനൈറ്റ് അപ് ടു 10 ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉള്ള സെറ്റുകൾക്കൊന്നും ഇതേപോലെ തന്നെ അവരകന്നായിരിക്കുന്നത്. കൂട്ടം ഇല്ല, സെറ്റിൽ കൂട്ടം ഇല്ല. അതുകൊണ്ട് സെറ്റ് 1 2ൽ ഒരു കൂട്ടം ഇല്ല, ഇവരകന്നായിരിക്കുന്നു. ഫൈനൈറ്റ് സെറ്റുകളിലൊന്നും ഇങ്ങനെ കൂട്ടമില്ല. അപ്പോൾ ഫൈനൈറ്റ് സെറ്റുകൾക്കൊന്നും ക്ലസ്റ്റർ പോയിന്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ സെറ്റ് ഇൻഫിനിറ്റ് ആയാൽ അതിന് ക്ലസ്റ്റർ പോയിന്റ് ഉണ്ടാവുമോ? അങ്ങനെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ഇൻഫിനിറ്റ് സെറ്റാണ് കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n. നാച്ചുറൽ നമ്പേഴ്സ് റിയൽ ലൈൻ, ദിസ് ഈസ് 0. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 1. എന്നാൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. 1 2, ബാക്കി ഭാഗം വരച്ചില്ലെന്നുള്ളൂ, പുറകോട്ട് നെഗറ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 6 7 etc. up to infinity. And whether any one of the points of the set is a cluster point of the set. ഇതിലേതെങ്കിലും ഒരു പോയിന്റിനാകാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 3 എടുത്തു. അപ്പോൾ 3ക്ക് ചുറ്റും 3യുടെ വലത് സൈഡിലേക്ക് ഒരു യൂണിറ്റ് മൂവ് ചെയ്യണം, ഇടത് സൈഡിലേക്ക് ഒരു യൂണിറ്റ് മൂവ് ചെയ്യണം. എന്നാലേ ഈ സെറ്റിലെ ഒരു പോയിന്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് മൂവ് ചെയ്യാത്ത ഡെൽറ്റ ലെസ് ദാൻ 1 ആയിട്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്താൽ 3ക്ക് ക്ലസ്റ്റർ പോയിന്റ് ആകാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് 5ന്റെ 6ന്റെ 7ന്റെയും ഈ സെറ്റിലുള്ള എല്ലാ പോയിന്റ്സിന്റെ അവസ്ഥ. ഇനി നമുക്ക് സെറ്റിൽ ഇല്ലാത്തൊരു പോയിന്റ് 4.5 എടുക്കാം. വലതുവശത്ത് 5 ഉണ്ട്, ഇടതുവശത്ത് 4 ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഏതാണ് ചെറുതെന്ന് നോക്കുക. ഇപ്പോൾ രണ്ടിടത്തേക്കും ഹാഫ് യൂണിറ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ ലെസ് ദാൻ 1/2 എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ
അതിന് ചുറ്റുമുള്ള ഡെൽറ്റ ലെസ് ദാൻ 1/2 ഇന്റർവെൽസിലൊന്നും സെറ്റിലെ പോയിന്റ്സ് ഉണ്ടാവില്ല. അങ്ങനെ 4.5നും